ഈ ഏതൊരു ആഗ്രഹത്തിനും നമുക്ക് ഇപ്പോൾ അതിൻ്റെ എത്തിച്ചേരാനായിട്ടുള്ള വഴികൾ നമ്മുടെ അടുത്ത് തന്നെയുണ്ട് അല്ലേ? എത്തിച്ചേരാനായിട്ട് വഴികളുണ്ട് അല്ലേ? അപ്പോൾ ആ വഴികൾ നമ്മൾ പ്ലാൻ ഔട്ട് ചെയ്ത് നിങ്ങളൊന്ന് ക്രമപ്പെടുത്തിയെടുക്കുക. ആ ഗോളിലേക്ക് എത്താനായിട്ട് ഈ ഒരു വർഷം ഞാൻ എത്തേണ്ട ഒരു സ്ഥലം കാണും അല്ലേ? അത് നമ്മളൊന്ന് എഴുതി വെക്കുക. അതിനുശേഷം ഒരു മാസം കൊണ്ട് നമ്മൾ എത്തേണ്ട ഒരു സ്ഥാനം കാണും, ഒരാഴ്ച കൊണ്ട് എത്തേണ്ട കാര്യങ്ങൾ. അങ്ങനെ നമ്മുടെ ഗോളുകളെയൊക്കെ നമ്മളൊന്ന് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യങ്ങളെയൊക്കെ നമുക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ ഒരു ഭൗതികമായ ലക്ഷ്യമാണ് പറഞ്ഞത്. അതിന് ഇതിനോട് ചേർത്ത് വെച്ച് ഞാൻ ഒരു കാര്യം, രണ്ടാമത്തെ നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു ഗോൾ ഉണ്ടാകണം. ഇപ്പോൾ നമ്മൾ ഒരു IAS ഓഫീസറുണ്ടെങ്കിൽ, ഒരു എൻജിനീയർ ഉണ്ടെങ്കിൽ, ഡോക്ടർ ഉണ്ടെങ്കിൽ, ഞാൻ പറയുകയാണ് നിങ്ങൾ വിശുദ്ധനായിട്ടുള്ള ഒരു ഡോക്ടർ ഉണ്ടാകണം, വിശുദ്ധനായ എൻജിനീയർ വേണം, വിശുദ്ധനായ IAS ഓഫീസർ വേണം, വിശുദ്ധനായ പട്ടാളക്കാരൻ വേണം, വിശുദ്ധനായിട്ടുള്ള പോലീസ് ഓഫീസർ വേണം അല്ലേ? വേണ്ടേ? അതിനെന്ത് ചെയ്യണം? ഇവിടെയൊക്കെ വിശുദ്ധരായിട്ടുള്ള ആളുകൾ വരികയാണ്. മക്കൾ, നിങ്ങൾ ഇത്രയും പേര് വിശുദ്ധരായിട്ടുള്ളവർ വരികയാണെങ്കിൽ എന്തു പറ്റും? അവിടെ നീതി, ദൈവത്തിൻ്റെ, ഈശോയുടെ നീതി ഉറപ്പാക്കാൻ പറ്റും അല്ലേ? നീതി ഉറപ്പാക്കാൻ പറ്റും, സ്നേഹം കൊടുക്കാൻ പറ്റും അല്ലേ? എന്നിട്ട് പലപ്പോഴുമൊക്കെ ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ കണ്ടുവരുന്ന എന്താ? നീതി രഹിതമായി പലതും നടക്കുന്നത് അല്ലേ? അന്നേരം ഒരു ഡോക്ടറെ കണ്ടിട്ട്, അല്ലെങ്കിൽ ഒരു IAS ഓഫീസറെ കണ്ടിട്ട് പറയുകയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടിയൊന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞാൽ എന്ത് പറ്റും? നമ്മുടെ പരിപാടി നടക്കത്തില്ല എന്ന് പറഞ്ഞാൽ, നമ്മുടെ കള്ളത്തരവും നടക്കത്തില്ല എന്ന് പറഞ്ഞാൽ അയാൾ വിശുദ്ധനായിട്ടുള്ള പോലീസുകാരനാണ്, വിശുദ്ധനായിട്ടുള്ള ഓഫീസറാണ്. അന്നേരം ഇന്ന് നിങ്ങൾ ആ വലിയ ആഗ്രഹത്തിൻ്റെ മുകളിൽ എഴുതണം, വിശുദ്ധനായിട്ടുള്ള IAS ഓഫീസർ, വിശുദ്ധനായിട്ടുള്ള ഡോക്ടർ.